നമസ്കാരം. ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 535/2023 കാറ്റഗറി നമ്പറിലുള്ള LGSൻ്റെ വേരിയസ് റിക്രൂട്ട്മെൻറ്റിൻ്റെ കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും പ്രൊഫൈലിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജോ ഇമെയിലൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസാണ് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ എക്സാമിൽ ഇപ്പോൾ എത്ര പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്, അതെങ്ങനെയാണ് നോക്കുന്നത്, അതോടൊപ്പം ഇതിൻ്റെ സിലബസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഇത് സംബന്ധിച്ചുള്ള സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട്, അതിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് വിവിധ ജോലി നോട്ടിഫിക്കേഷനൊക്കെ വരുന്ന സമയത്ത് അതിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. 535/2023 പോസ്റ്റിൻ്റെ കാറ്റഗറി നമ്പറിൽ വരുന്ന പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസാണ് നോക്കുന്നത്. ഇത് കഴിഞ്ഞ വർഷം, അതായത് ഡിസംബർ 15-ന് 2023 ഡിസംബർ 15-ന് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആയിരുന്നു. ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് വന്നിരുന്നത് 17/1/2024 ആയിരുന്നു. 23,000 മുതൽ 50,200 വരെയൊക്കെ സാലറി ലഭിക്കുന്ന ഒരു പോസ്റ്റാണ്. ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടായിരുന്നു വിളിച്ചിരുന്നത്. ഏതാണ്ട് 14 ജില്ലകളിലും ഒഴിവുകളുണ്ട്. ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്യാവശ്യം നല്ല വേക്കൻസിയൊക്കെ വരുന്ന, എന്നാൽ ഡിഗ്രിക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ഒരു പോസ്റ്റാണ്. 7ാം ക്ലാസ് യോഗ്യതയുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. 18 വയസ്സിന് 36 വയസ്സുമാണ് ഏജ് ലിമിറ്റ് വരുന്നത്. ഇതിൽ ഡിഗ്രി ഉണ്ടാകാൻ വേണ്ടിയിട്ട് പാടുള്ളതല്ല. അതാണ് ഇതിൻ്റെ ഒരു ക്വാളിഫിക്കേഷനായിട്ട് വരുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ അപേക്ഷകരുടെ എണ്ണം എങ്ങനെയാണ് നോക്കുന്നതെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ kerala.psc.government.in എന്ന വെബ്സൈറ്റിലേക്ക് ഒന്ന് കയറുക. ഇത് ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ കേരള PSC എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് ലഭിക്കുന്നതാണ്. ഇതിൽ നമ്മളിപ്പോൾ ആദ്യം കാണുന്നത് തുളസി പേജിലേക്കുള്ള വൺ ടൈം രജിസ്ട്രേഷൻ ലോഗിനാണ്. അതിൽ സ്റ്റാറ്റസ് ഓഫ് പോസ്റ്റ് എന്ന് കാണുന്ന ഈ ഒരു ഭാഗം ഉണ്ട്, ഒരു സ്ക്വയറിൽ കൊടുത്തിട്ട് ആ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആ ഒരു ടൈമിൽ നമുക്ക് ഇങ്ങനൊരു പേജിലേക്ക് പോകുന്നതാണ്. ഇവിടെ നമ്മുടെ കാറ്റഗറി നമ്പർ 535/2023 എന്നൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ തന്നെ ആദ്യമായിട്ട് ലാസ്റ്റ് ഗ്രേഡ് സർവൻ്റ് വേരിയസ് എന്ന് കാണും. അതൊന്ന് ക്ലിക്ക് ചെയ്ത ശേഷം ഗോ കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒരു പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നോട്ടിഫിക്കേഷനൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇവിടെ ജില്ലയുടെ ഭാഗത്ത് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള ജില്ല ഏതാണോ ആ ഒരു ജില്ല ഇവിടെ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഇവിടെ എത്ര പേര് അപ്ലൈ ചെയ്തു, അതോടൊപ്പം വേക്കൻസീസ് വരുന്ന സമയത്ത് ഇതിൽ അപ്ഡേറ്റ് ആവുന്നതാണ്. ഇപ്പോൾ ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. വരും ദിവസങ്ങളിൽ നമുക്ക് അപ്ഡേറ്റ് ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലാണ് എങ്കിൽ 18,964 പേരാണ് അപ്ലിക്കേഷൻ അയച്ചിട്ടുള്ളത്. ഇനി ഒരു കൺഫർമേഷന് ശേഷം ഇവിടെ താഴെയായിട്ട് അടുത്തതായിട്ട് കൺഫർമേഷൻ റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് എത്ര പേരുടെ കൺഫർമേഷനാണ് റിസീവ് ആയിട്ടുള്ളത്, അതായത് എക്സാം എഴുതാൻ എത്ര പേരാണ് താല്പര്യം ഉണ്ടെന്ന് അറിയിച്ചിട്ടുള്ളതെന്നുള്ള ഒരു ഡീറ്റെയിൽസ് കൂടി ഇവിടെ ലഭിക്കുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ല ഇപ്പോൾ അടുത്ത് കണ്ണൂരാണെങ്കിൽ കണ്ണൂർ കൊടുക്കുന്ന സമയത്ത് അതുപോലെ ഇപ്പോൾ 30,792 പേര് കണ്ണൂർ ജില്ലയിൽ അപേക്ഷ അയച്ചിട്ടുണ്ട്. ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ജില്ല ഏതാണോ ആ ഒരു ജില്ല നിങ്ങളിവിടെ എൻ്റർ ചെയ്ത ശേഷം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി നമുക്കിതിൻ്റെ സിലബസിലേക്ക് കിടക്കാം. സിലബസ് വരുന്നത് ഇപ്പോൾ ഈ ഒരു എക്സാമിന് 535/2023 സിലബസ് ഇതുവരെ വന്നിട്ടില്ല. വരും ദിവസങ്ങളിൽ ഒരു അടുത്ത ആഴ്ചയോ ആയിട്ടത് വരുന്നതാണ്. കാരണം ഈ ഒരു എക്സാമിൻ്റെ കൺഫർമേഷൻ്റെ ഡീറ്റെയിൽസ് സൈറ്റിൽ വന്നിട്ടില്ല. സിലബസ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു വെബ്സൈറ്റിലേക്ക് തന്നെ കേരള PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ട് കയറിയിട്ട് ഈ ഒരു സ്റ്റാറ്റസ് ഓഫ് പോസ്റ്റിന് മുകളിലായിട്ട് നിങ്ങൾക്ക് എക്സാമിനേഷൻ ആൻഡ് ഇൻ്റർവ്യൂ എന്ന് കാണുന്നൊരു ഭാഗം കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എക്സാമിനേഷനും ഇൻ്റർവ്യൂ സെപ്പറേറ്റ് ആയിട്ട് കാണും. അതിൽ എക്സാമിനേഷൻ കൊടുക്കുക. എക്സാമിനേഷനിൽ ഇവിടെ നിലവിലിപ്പോൾ ഒക്ടോബർ വരെയുള്ള കൺഫർമേഷൻ്റെ ഡീറ്റെയിൽസാണ് വന്നിരിക്കുന്നത്. ഇവിടെ നവംബറിലെ കൺഫർമേഷനാണ് ഇപ്പോൾ നമ്മുടെ LGSൻ്റെത് വന്നിരിക്കുന്നത് നവംബർ മാസത്തെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അത് വന്നിട്ടില്ല. ഒരാഴ്ചക്കുള്ളായിട്ട് വരുമായിരിക്കും. അടുത്ത ആഴ്ച നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ വന്ന് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ആ ഒരു ഈ ഒരു PDF നിങ്ങൾ ഓപ്പൺ ചെയ്ത ശേഷം അതിൽ നിങ്ങൾക്ക് കാറ്റഗറി നമ്പറും കൺഫർമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ്, എൻഡ് ചെയ്യുന്ന ഡേറ്റ്, അതോടൊപ്പം എക്സാമിൻ്റെ ഡേറ്റ്, ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഡേറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. അതിൻ്റെ ഏറ്റവും എൻഡിലായിട്ട് അതിൻ്റെ സിലബസ് കൂടി അവർ കൊടുക്കുന്നതാണ്. ആ ഒരു ലിങ്ക് വഴി നമുക്ക് സിലബസ് ഡൗൺലോഡ് ചെയ്തെടുക്കാനും സാധിക്കുന്നതാണ്.
അപ്പോൾ ആ ഒരു സിലബസ് വരുന്ന സമയത്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ മുൻപ് ഈ സിലബസൊക്കെ സെയിം തന്നെ ആയിരിക്കും. ഇത് കഴിഞ്ഞ LGSൻ്റെ സിലബസാണ്. വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. പൊതുവിജ്ഞാനത്തിന് 40 മാർക്ക്, ആനുകാലിക വിഷയങ്ങൾ 20 മാർക്ക്, സയൻസിന് 10 മാർക്ക്, പൊതുജനാരോഗ്യം 10 മാർക്ക്, ലഘുഗണിതം, മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും അതിന് 20 മാർക്ക്, ഇങ്ങനെയായിട്ട് 100 മാർക്കിൻ്റെ എക്സാം ആയിരിക്കും ഉണ്ടായിരിക്കുക. അതിൽ പൊതുവിജ്ഞാനത്തിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം തുടങ്ങിയ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസും ഓരോ സെക്ഷനും എത്ര മാർക്കാണ് ഉണ്ടാവുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ PDF ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓരോന്നിൻ്റെയും വിശദമായിട്ടുള്ള സിലബസ് ഈ ഒരു PDF-നകത്ത് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഈ കഴിഞ്ഞ വർഷത്തെ, അതായത് 697/2022 മെയിൻ സിലബസ് എന്ന് അടിച്ചാൽ ഈ ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റിൻ്റെ ഇത് യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളയുടെ നടന്നിട്ടുള്ളതായിരുന്നു. കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള LGSൻ്റെ സിലബസാണ്. ഈ ഒരു സിലബസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ എക്സാം സംബന്ധിച്ച് പല പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്, നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ ഇത് സംബന്ധിച്ച് പല സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിലൂടെ ചോദിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരെ ബൈ.